പോലീസ് ക്ലബ്ബാണ്. ഈ പോലീസ് ക്ലബ്ബിലേക്ക് തന്നെ എത്തിക്കുമോ എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു വിവരം അവരാരും പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം. എന്തായാലും ഈ ഓഫീസിലേക്ക് എത്തിച്ച ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം കോടതി സമയമാകുന്നുണ്ട്, 11 മണിയാകുന്നുണ്ട്. 11 മണിക്ക് ശേഷം കോടതിയിലേക്ക് എത്തിക്കും, ഉച്ചയോടുകൂടി തന്നെ കോടതിയിലേക്ക് എത്തിക്കുമെന്നതാണ് ലഭിച്ച വിവരം. എന്തായാലും കോർപ്പറേഷന്റെ ആ ഭാഗത്തേക്കാണ് കാർ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോർപ്പറേഷൻ തീർച്ചയായും കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പോലീസ് ക്ലബ്ബിലേക്കുള്ള ഒരു വഴിയാണ്. ആ പോലീസ് ക്ലബ്ബിലേക്കുള്ള വഴിയെ തന്നെ അന്വേഷണ സംഘം പ്രശാന്തുമായി എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില വാഹനങ്ങൾ മാത്രമാണ്. അതായത് ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത് സ്വിഫ്റ്റ് കാർ, അതായത് ഒരു സ്വിഫ്റ്റ് കാറിലാണ് PS പ്രശാന്തിനെ എത്തിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ പോലീസ് ക്ലബ്ബിലേക്കാണ് എത്തിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതിന് പിന്നാലെ തന്നെ നമ്മുടെ യൂണിറ്റുമുണ്ട്, ജനം TV സംഘമുണ്ട്. എന്തായാലും PS പ്രശാന്ത് അടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നതാണ്. എന്തായാലും വാഹനത്തിൻ്റെ അന്വേഷണ സംഘം ഉദ്യോഗസ്ഥരടക്കം വാഹനത്തിൽ രണ്ട് വശത്തും ഇരുന്നു കൊണ്ടാണ് PS പ്രശാന്തിനെ പോലീസ് ക്ലബ്ബിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സുരക്ഷ ശക്തമാക്കുവാൻ വേണ്ടിയാണ് പോലീസിൻ്റെ തീരുമാനം. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് ഹാജരാക്കും എന്നുള്ളതാണ്. PS പ്രശാന്തിനെ, അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ പോലീസ് ക്ലബ്ബിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടെയാണ് മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുക. ഇവിടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാകും വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കുക. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതുവരെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള യൂണിറ്റ് അവരെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ കൊല്ലത്തെ പോലീസ് ക്ലബ്ബ് വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പോലീസ് ക്ലബ്ബിനുള്ളിലേക്ക് PS പ്രശാന്തിനെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. അല്പസമയത്തിനകം തന്നെ വിജിലൻസ് കോടതിയിലേക്കും ഇവർ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ ലഭിച്ചൊരു സൂചന അജികുമാറിനെ അടക്കം കൊണ്ടുവരും എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ തന്നെ PS പ്രശാന്ത് അറസ്റ്റിലാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെ പൂർത്തിയായി വരുമ്പോഴാണ് ഇന്ന് PS പ്രശാന്തിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള, അതിൽ ഈ ഒരു സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട PS പ്രശാന്തിൻ്റെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമാണ് എന്നുള്ളത് അന്വേഷണ സംഘം സൂചനകൾ നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം, അതായത് അഡീഷണൽ SP-യും അതോടൊപ്പം തന്നെ DYSP ലെവലുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്, അന്വേഷണ സംഘമുണ്ട്. എല്ലാവരും വലിയൊരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെ PS പ്രശാന്തിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക്, ഈ പോലീസ് ക്ലബ്ബിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ വിജിലൻസ് കോടതി 11 മണിയാകുമ്പോൾ തന്നെ ആരംഭിക്കും. അവിടേക്ക് അല്പസമയത്തിനകം PS പ്രശാന്തിനെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഗൗതം, 2025-ലാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ടെത്തലുകൾ, അതായത് 2019 നടന്ന സ്വർണ്ണക്കവർച്ച മറച്ചു വെക്കുവാൻ വേണ്ടി 2025 സ്വർണം പൂശുവാൻ വീണ്ടും കൊണ്ടുപോയി എന്നുള്ള കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PS പ്രശാന്തിനെ പലവട്ടം ചോദ്യം ചെയ്തത്. എന്നാൽ അന്നൊക്കെ തന്നെ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് അന്വേഷണ സംഘത്തോട് PS പ്രശാന്ത് പറയുകയായിരുന്നു. പിന്നീട് അതിൻ്റെ കാതലായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നിലവിലെ അന്വേഷണ സംഘത്തിന് ലഭിച്ച തെളിവുകൾ തൃപ്തികരമാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കഴമ്പുണ്ടെങ്കിൽ സ്വാഭാവികമായും കോടതിയും മറ്റ് നടപടികളിലേക്ക് കടക്കും. അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങൾ അതിപ്പോൾ പോലീസ് ക്ലബ്ബിൽ അന്വേഷണ സംഘം ഈ PS പ്രശാന്തുമായി ഉണ്ട്. ഇനി മറ്റാരെങ്കിലും, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അജികുമാർ അടക്കമുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ PS പ്രശാന്തിനെ പോലീസ് ക്ലബ്ബിൽ നിന്നും കൊണ്ടുപോകുന്നത് കൊല്ലം മതിലിലുള്ള വിജിലൻസ് കോടതിയിലായിരിക്കും. വിജിലൻസ് കോടതിയിലേക്കുള്ള കൊണ്ടുപോകുവാനുള്ള നടപടിക്രമങ്ങളിലാണ് അന്വേഷണ സംഘമൊക്കെയും. എന്തായാലും നിലവിലെ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് PS പ്രശാന്തിനും അതോടൊപ്പം തന്നെ ആ ഭരണസമിതിയിലുണ്ടായിരുന്ന അജികുമാറിനടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ നമുക്ക് പരിശോധിച്ചാൽ
പരിശോധിച്ചാൽ മനസ്സിലാകും. അന്ന് CPM-ന്റെ സർക്കാർ LDF സർക്കാർ ഇരുന്ന സമയം തന്നെ PS പ്രശാന്തിനെ പല തവണ ജനം TV അടക്കം റിപ്പോർട്ട് ചെയ്തതാണ് ഈ അന്നത്തെ ഭരണസമിതിക്ക് അടക്കം ഇതിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത്. അന്നൊക്കെ തന്നെ അന്വേഷണ സംഘം PS പ്രശാന്തിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ എത്തിയിരിക്കുന്നു. PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെയെങ്കിൽ ഇതുവരെയുള്ള എല്ലാ പ്രതികളും സ്വാഭാവിക ജാമ്യം തേടിയിട്ടുണ്ട്. 90 ദിവസം കഴിഞ്ഞ് സ്വാഭാവിക ജാമ്യം കഴിഞ്ഞ് ഇറങ്ങിയ പ്രതികളാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ അടക്കം. ഇനി എന്തായാലും അറസ്റ്റിലായി കഴിഞ്ഞാൽ, റിമാൻഡിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ജയിലിനുള്ളിൽ ഉണ്ടാകുക PS പ്രശാന്താണ്. PS പ്രശാന്തിന് ഇനി ജാമ്യ ഹർജി നൽകിയാൽ പോലും ചിലപ്പോൾ ജാമ്യം ലഭിക്കുക 90 ദിവസം കഴിഞ്ഞാകും. അതിനു മുമ്പായി തന്നെ കോടതിയിൽ എന്തായിരിക്കും നടപടി എന്നുള്ളത് കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം തെളിവുകൾ, അതാണ് കോടതി എപ്പോഴും പരിഗണിക്കുക. തെളിവുകൾ കൃത്യമായാൽ സ്വാഭാവികമായും PS പ്രശാന്തിനെ റിമാൻഡ് ചെയ്യുമെന്നതിൽ മാറ്റമില്ല. അത്തരത്തിൽ അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ കാതലുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അത് കഴമ്പുള്ളതാണെങ്കിൽ സ്വാഭാവികമായും അടുത്ത നടപടിയിലേക്കാണ് കോടതി കടക്കുക. നിലവിലെ സാഹചര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഈ നടപടിക്രമങ്ങളെല്ലാം തുടർന്നു വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു,